നമസ്കാരം. മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. ഭദ്രയായും ഭാനുവായും കാവല ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി അത്യുഗ്രൻ കഥാപാത്രങ്ങളായും വിസ്മയിപ്പിച്ച മഞ്ജു വാര്യർ അന്നും ഇന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ്. മലയാളത്തിന്റെ ഈ പ്രിയ നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകമാണ് ആരാധകർ പറയാറുള്ളത്. ഇന്ന് മലയാളത്തിലെ ഏറ്റവും മൂല്യമുള്ള നായികയാണ് മഞ്ജു വാര്യർ. 90-ൽ മഞ്ജു വാര്യർ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല. സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് നടി തുടക്കം കുറിക്കുന്നത്. ദിലീപിനൊപ്പമുള്ള സല്ലാപമാണ് നടിയുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായത്. ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ്. പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു. സ്കൂൾ കലോത്സവ വേദികളിൽ തിളങ്ങിയ മഞ്ജു വാര്യർ എന്ന കലാപ്രതിഭയെ സിനിമാ മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ മോഹനായിരുന്നുവെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. സാക്ഷ്യം എന്ന ആദ്യ ചിത്രം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും തൊട്ടു പിന്നാലെ ഇറങ്ങിയ സല്ലാപം സൂപ്പർ ഹിറ്റായതാണ് താരത്തിന്റെ കരിയറിൽ വഴിത്തിരിവായത്. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം എന്നിവ ലഭിച്ചിട്ടുണ്ട്. 1999-ൽ അഭിനയം നിർത്തിയെങ്കിലും 2014-ൽ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തി. സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളും തന്റെ സിനിമാ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട്. തിരിച്ചുവരവിലും തിളങ്ങി നിന്ന മഞ്ജു വാര്യർ നിരവധി കഥാപാത്രങ്ങളെ ആരാധകർക്ക് സമ്മാനിച്ചത്. എന്നാൽ ഈ തിരിച്ചുവരവിൽ താൻ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത്. തിരക്കുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് മുൻപിൽ മാതൃകയാണ് മഞ്ജു എന്നും ഇങ്ങനെ ഓടി നടക്കാൻ തനിക്ക് ഇഷ്ടമെന്നാണ് മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞിട്ടുള്ളത്. മഞ്ജുവിന്റെ ചെറിയ വിശേഷങ്ങൾ ഇങ്ങനെ: തിരിച്ചു വരുമ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. ഹൗ ഓൾഡ് ആർ യു ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഞാൻ ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ല. വീണ്ടും സിനിമ ചെയ്യുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു. എവിടെ വരെ പോകുമെന്നൊന്നും അറിയില്ല. പക്ഷേ മുൻപോട്ട് പോവുക തന്നെ. തിരിച്ചു വന്നപ്പോൾ എന്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതിലെ നന്ദി എന്റെ പ്രേക്ഷകരോട് തന്നെയാണ്. അത് വാക്കുകളിലൊന്നും ഒതുങ്ങുന്നതല്ല. ഓരോ സിനിമകളും നിമിത്തമായി വന്നു ചേരുന്നതാണ്. അല്ലാതെ ഒന്നും പ്ലാൻ ചെയ്യുന്ന പോലെ സംഭവിക്കാറില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പല കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിയതും. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. യാത്രകൾ ഇഷ്ടമില്ലാത്ത ആളുകൾ ഇല്ലല്ലോ. എങ്കിലും ഒരുപാട് യാത്രകളൊന്നും നടക്കാറില്ല. ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. ജോലിയുടെ ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് US, UAE, UK അങ്ങനെയുള്ള യാത്രകൾ. എന്റെ യാത്രകളൊക്കെ നല്ല രസമാണ്. ഇന്നിപ്പോൾ രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്കെത്തും. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനാകും. അത് അറ്റൻഡ് ചെയ്തിട്ട് രാത്രി തിരിച്ചെത്തും. അങ്ങനെയാണ് മിക്ക യാത്രകളും. ഒരു രാത്രിയെങ്കിലും ദുബായിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്നാണ് അവിടെയുള്ള സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുക. ഉറങ്ങാനും ഇരിക്കാനും ഊണ് കഴിക്കാനും പോലും സമയമുണ്ടാകാറില്ല. അങ്ങനെ ഹെക്ടിക്കായി ഓടി നടക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിലൊരു മടുപ്പും തോന്നാറില്ല എന്ന് പറഞ്ഞ് മഞ്ജു സംവിധാനത്തിലേക്ക് തിരിയില്ല എന്നും കൂട്ടിച്ചേർത്തു. സൗന്ദര്യത്തെക്കുറിച്ചും മേക്കപ്പിനെ കുറിച്ചും മഞ്ജു വാര്യർ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മേക്കപ്പ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുൻപിൽ എത്തുന്നത്? എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നുള്ള ചോദ്യത്തിന് മഞ്ജു പ്രതികരിച്ചത് ഇങ്ങനെയാണ്: മേക്കപ്പ് ഞാൻ ചെയ്യില്ല. മേക്കപ്പ് ചെയ്താൽ എനിക്ക് നല്ല വൃത്തികേടാകും എന്നാണ് കൈരളി ചാനലോട് പ്രിയതാരം സംസാരിച്ചത്. അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി സംവിധാന രംഗത്തേക്ക് കടക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നു. തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മേഖലയാണ് സംവിധാനം. നിർമ്മാണത്തിലേക്ക് കടന്നുവെങ്കിലും സംവിധാനത്തിലേക്ക് കടക്കില്ലെന്നും അത് വലിയ ഉത്തരവാദിത്വവും നല്ല വ്യക്തതയുമുള്ള ചിന്താഗതിയും വേണ്ട കാര്യമാണെന്നും മഞ്ജു പറയുന്നു. എനിക്ക് തോന്നുന്നില്ല ഞാൻ സംവിധാനത്തിലേക്ക് കടക്കുമെന്ന്. എനിക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത് വലിയ ഉത്തരവാദിത്വവും നല്ല വ്യക്തതയുമുള്ള ചിന്താഗതിയും വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നാണ്. സംവിധായകൻ അല്ലെങ്കിൽ സംവിധായക എന്ത് പറയുന്നു അതിനനുസരിച്ച് നീങ്ങാൻ എനിക്കറിയൂ. അതിനപ്പുറത്തേക്ക് എനിക്കറിയില്ല. അപ്പോൾ സംവിധായകനാകണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതിന് ഒരു കൃത്യമായിട്ട് ധാരണ വേണ്ടതെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അടുത്ത കാലത്താണ് മഞ്ജു വാര്യർ ഇവന്റുകളിൽ സ്റ്റൈലിഷായി എത്തുന്നതിൽ ശ്രദ്ധ നൽകിയത്. സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന കാലത്ത് ഇതിലൊന്നും വലിയ താല്പര്യം മഞ്ജു വാര്യർ കാണിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് താരം ഫാഷൻ ലോകത്ത് തന്നെ ചർച്ചയാവുകയാണ്. ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യൂത്തും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ പ്രായത്തിലും മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. തന്റെ 20കളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിന്റെ മറുപടി. മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞുമാറൽ മാത്രമാണെന്നാണ് പലരും പറയാറുള്ളത്. മഞ്ജു സർജറി ചെയ്തുവെന്നും ഇതിനായി ലക്ഷങ്ങളാണ് മുടക്കിയതെന്നും വിദേശത്ത് പോയി സർജറി ചെയ്തെന്നും എല്ലാമാണ് നടിയെക്കുറിച്ച് പലരും പറയാറുള്ളത്. എന്നാൽ ഇതേക്കുറിച്ച് എസ്തെറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിരുഫർ ഷെരീഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ പറഞ്ഞു. മഞ്ജു വാര്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും. എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല. ആൾ തന്നെ കഷ്ടപ്പെട്ടിട്ടും കൃത്യമായ ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്തുമാണ് മാറ്റം വന്നത്. നല്ല ലൈഫ് സ്റ്റൈലുമാണ്. കൃത്യമായി ഉറങ്ങുന്നു, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ ക്ലിനിക്കിൽ 6 മാസത്തിലൊരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ. സ്കിൻ സ്റ്റേബിൾ ആയെന്നും എസ്തെറ്റിക് ഫിസിഷ്യൻ പറയുന്നു. RC പോഡ്കാസ്റ്റുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറി ചെയ്തെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട്. പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം ഇന്ന് താരത്തിനുണ്ട്. സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത്.
കരിയറിൽ ഇന്നും താരമൂല്യം നിലനിൽക്കുന്നതിന് മഞ്ജു വാര്യർ തന്റേതായ പ്രയത്നം നടത്തുന്നുണ്ട്. സ്കിൻ കെയറിനും ഫിറ്റ്നസും ഇതിലൊന്നാണ്. യുവത്വത്തോടെ ഇരിക്കുന്നുവെന്ന പ്രശംസകളിൽ തനിക്ക് സന്തോഷം തോന്നിയിട്ടില്ലെന്ന് മുമ്പൊരിക്കൽ മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് കേൾക്കാനാണ് ഇഷ്ടം. മുഖത്ത് ചുളിവുകൾ വരുന്നതൊക്കെ സ്വാഭാവികമാണെന്നും മഞ്ജു അന്ന് ചൂണ്ടിക്കാട്ടി. അതേസമയം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മഞ്ജു ശ്രദ്ധ നൽകുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇവന്റുകളിൽ മറ്റും വളരെ സ്റ്റൈലിഷായാണ് മഞ്ജു ഇപ്പോൾ എത്താറ്. തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും രഹസ്യ വിവാഹം. അതോടെ അഭിനയം ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് മഞ്ജു എത്തി. ഒരുപക്ഷെ അന്ന് അങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ മഞ്ജു ഇതിനു മുന്നേ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം കൈയടക്കുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. തന്റെ വിവാഹ സമയത്ത് മഞ്ജു വേണ്ടെന്ന് വെച്ച അവസരങ്ങളും നിരവധിയാണ്. 1999 പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലെ വേഷം മഞ്ജു വാര്യർ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങളൊന്നാണ്. ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജു വാര്യരെയാണ്. ഇപ്പുറത്ത് മുകേഷിന്റെ പേരായി ദിവ്യ ഉണ്ണിയും. പക്ഷേ ആ സമയത്താണ് മഞ്ജു വാര്യർ വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്നത്. മഞ്ജു വാര്യർ പോയപ്പോൾ ഞങ്ങൾക്ക് നായിക ഇല്ലാതെയായി. പ്രൊഡ്യൂസർമാരിൽ ഒരാളായി സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി എത്തിയെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അതുപോലെ മഞ്ജു വാര്യർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് 1997 പുറത്തിറങ്ങിയ ചന്ദ്രലേഖ. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. ബോളിവുഡ് നടി പൂജ ബത്രയാണ് മഞ്ജു വാര്യർ ചെയ്യേണ്ട വേഷം അന്ന് ചെയ്തത്. മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിച്ചതോടെയാണ് പൂജ ബത്രയിലേക്ക് ചന്ദ്രലേഖ എത്തുന്നത്. കരിയറിൽ താരറാണിയായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത്. ഒരുപക്ഷെ നടി സിനിമാ രംഗത്ത് തുടർന്നെങ്കിൽ തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായിക നടിയായി മഞ്ജു മാറിയേനെ. ജ്യോതിക, സിമ്രാൻ, മീന, രംഭ, ദേവയാനി തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിമാരായിരുന്നു. ഇവരെ പോലെ മഞ്ജുവിനും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചേനെ എന്ന് ആരാധകർ പറയുന്നു. കണ്ടുകൊണ്ടൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യ റായ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യരെയാണ്. എന്നാൽ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിലൊന്നും നിരാശയില്ലെന്നാണ് മഞ്ജു പറയാറുള്ളത്. തിരിച്ചു വന്നപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു. 3 വർഷം മാത്രം അഭിനയിച്ച് ഒരു പതിറ്റാണ്ടിലേറെ സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന ശേഷം തിരിച്ചുവരവിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടി ബോളിവുഡിൽ പോലുമില്ല.